രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ബാറ്റിൽ ഓഫ് അറ്റ്ലാന്റിക് എന്ന സംഭവത്തെ ആസ്പദമാക്കി ഒരുപാട് നോവലുകളും സിനിമകളും വന്നിട്ടുണ്ട്. എന്നാൽ ഇതേ പശ്ചാത്തലത്തെ ആസ്പദമാക്കിക്കൊണ്ട് C.S. ഫോറസ്റ്റർ ദ ഗുഡ് ഷെപ്പേർഡ് എന്ന ഒരു നോവൽ രചിച്ചിരുന്നു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ടോം ഹാങ്ക്സ് തിരക്കഥ എഴുതി അഭിനയിച്ച ഒരു അമേരിക്കൻ വാർ ആക്ഷൻ മൂവിയാണ് ഗ്രേ ഹൗണ്ട്. കൂടുതലായൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളിപ്പോൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല കാരണങ്ങളും കൊണ്ട് തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നത്. ഇനി അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്ത സപ്പോർട്ട് വീണ്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു: ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അറ്റ്ലാന്റിക് സമുദ്രം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. സമുദ്രത്തിൽ ഒരുമിച്ച് നീങ്ങുന്ന ഒരുപാട് കപ്പലുകളുണ്ട്. അതിനു മുകളിലായി അവയ്ക്ക് സംരക്ഷണം നൽകുന്ന വിമാനങ്ങളെയും കാണാം. ഈ കപ്പലുകളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, ഇതിലെന്താണ് ഉള്ളത് എന്നെല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം, അക്കാലത്ത് ബ്രിട്ടനിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് നീങ്ങുകയാണ് ഈ കാണുന്ന കപ്പലുകളെല്ലാം. എല്ലാ കപ്പലുകളിലും യുദ്ധത്തിനുള്ള സൈനികരും ആയുധങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ കപ്പലുകൾക്കെല്ലാം സംരക്ഷണം നൽകിയിരുന്നത് വിമാനങ്ങളും 4 യുദ്ധ കപ്പലുകളുമായിരുന്നു. എന്നാൽ വിമാനങ്ങൾക്ക് ബ്ലാക്ക് പിറ്റ് എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗത്തിന് മുകളിലൂടെ പറക്കാൻ സാധിക്കാതെ വരുന്നു. അതിനെ തുടർന്ന് വിമാനങ്ങൾ മടങ്ങിപ്പോകുന്നു. അതിനാൽ അടുത്ത വിമാന സംരക്ഷണം ലഭ്യമാകുന്നതുവരെ എല്ലാ കപ്പലുകളുടെയും സംരക്ഷണ ചുമതല ഗ്രേ ഹൗണ്ട് എന്ന യുദ്ധക്കപ്പൽ ഏറ്റെടുക്കുന്നു. അതിന് നിർഭയനായ ഒരു കപ്പിത്താനുമുണ്ട്. അദ്ദേഹമാണ് ക്യാപ്റ്റൻ എർണി ക്രൂസ്. ഇത് അദ്ദേഹത്തിന്റെ കൂടി കഥയാണ്. അതിനുശേഷം 2 മാസം മുമ്പുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. ഒരു ക്രിസ്തുമസ് അവധിക്കാലം ലിവർപൂളിലുള്ള ഒരു മാളിൽ നമ്മുടെ ക്യാപ്റ്റൻ എർണി ഇരിക്കുന്നതായി കാണാം. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ് അവിടേക്ക് കയറി വരുന്നു. അവളുടെ പേരാണ് എവലിൻ. അവൾ നമ്മുടെ ക്യാപ്റ്റന്റെ സുഹൃത്താണ്. അതിലുപരി ഇരുവരും പരസ്പരം ഇഷ്ടത്തിലുമാണ്. അദ്ദേഹം അവിടെ അവളെയും കാത്തിരിക്കുകയായിരുന്നു. അവൾ ക്യാപ്റ്റന് ഒരു ഗിഫ്റ്റുമായിരുന്നു വന്നത്. അതിൽ ഒരു ജോഡി ഷൂസും ഒരു ചെറിയ ഡമ്മി കപ്പലും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എവലിൻ ന്യൂ ഇയറിനാണ് എന്നോട് യുദ്ധക്കപ്പലിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ എപ്പോൾ കാണുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നീയും എന്റെ കൂടെ വാ, നമുക്ക് വിവാഹം കഴിക്കാം എന്ന് ക്യാപ്റ്റൻ പറയുന്നു. പക്ഷേ എവലിൻ ഇപ്പോൾ വിവാഹത്തിന് തയ്യാറായിരുന്നില്ല. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. യുദ്ധം കഴിയുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നായിരുന്നു അവളുടെ മറുപടി. അടുത്ത സീനിൽ കപ്പലിലുള്ള ക്യാപ്റ്റന്റെ ഇന്നത്തെ അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റിസപ്ഷൻ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന വേറെയും ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ക്യാപ്റ്റനെ കണ്ടപ്പോൾ അവർ, ക്യാപ്റ്റൻ, ഇന്ന് രാവിലെ കപ്പലിൽ ഒരു അടിപിടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ അടികൂടിയ ആളുകളെ വിളിപ്പിക്കുന്നു. എന്നിട്ട് തല്ലുകൂടാനുള്ള കാരണം അവരോട് ചോദിച്ചറിയുന്നു. എന്നാൽ അടികൂടാൻ അവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല, അറിയാതെ പറ്റിപ്പോയതാണ് ക്യാപ്റ്റൻ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് അവർ മറുപടി പറയുന്നു. ആ സമയത്ത് ക്യാപ്റ്റന് എഞ്ചിൻ റൂമിൽ നിന്നും ഒരു കോൾ വരുന്നു. അദ്ദേഹത്തിന് അവിടേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഇനി മേലാൽ നിങ്ങളാരും വഴക്കുകൂടരുത്, നമ്മളെല്ലാം സൈനികരാണ്, ഒരുമിച്ച് നിൽക്കണം എന്ന് അവരെല്ലാം ചെറുതായി ഉപദേശിച്ച് ക്യാപ്റ്റൻ പോകുന്നു. എഞ്ചിൻ റൂമിലാണെങ്കിലോ അവിടെ കുറച്ച് സൈനിക ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട്. അവരിലെ ഒരു യുവ സൈനികൻ ക്യാപ്റ്റനോട്, ക്യാപ്റ്റൻ, നമ്മുടെ കൂടെയുള്ള ഒരു ചരക്ക് കപ്പലില്ലേ, അത് ഏകദേശം നമ്മളിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതും ക്യാപ്റ്റൻ ഉടനെ തന്നെ ബൈനോക്കുലർ വെച്ച് കപ്പലിനെ നോക്കുന്നു. ആ കപ്പൽ ഒരുപാട് അകലെയായിട്ടായിരുന്നു ക്യാപ്റ്റൻ കണ്ടത്. ഉടനെ ക്യാപ്റ്റൻ ബാക്കിയുള്ള കപ്പലുകളുടെ എല്ലാം പൊസിഷൻ എവിടെയാണെന്ന് നോക്കുന്നു. എല്ലാവരും പല പല സൈഡിലായി ചിതറിക്കിടക്കുന്നതായാണ് അയാൾ കണ്ടത്. ഉടനെ ക്യാപ്റ്റൻ എഞ്ചിൻ റൂമിലേക്ക് തിരിച്ചു കയറുന്നു. എന്നിട്ട് എല്ലാ ഷിപ്പിലേക്കും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ക്യാപ്റ്റനാണ് സംസാരിക്കുന്നത്. ഉടൻ തന്നെ എല്ലാവരും ഗ്രേ ഹൗണ്ട് കപ്പലിനടുത്തേക്ക് മടങ്ങി വരണം എന്ന് ക്യാപ്റ്റൻ പറയുന്നു. അപ്പോൾ അകലെയുള്ള കപ്പലിൽ നിന്നും ക്യാപ്റ്റന് ഒരു കോൾ വരുന്നു. ക്യാപ്റ്റൻ, ഞങ്ങളുടെ കപ്പലിലേക്ക് ഒരു ജർമ്മൻ കപ്പലിന്റെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട് എന്നതായിരുന്നു ആ സന്ദേശം. ജർമ്മൻ കപ്പൽ എന്ന് വെച്ചാൽ അമേരിക്കയുടെ ശത്രു കപ്പൽ. അത് കേട്ട് ക്യാപ്റ്റൻ ഒരൽപ്പം പേടി തോന്നുന്നു. ഉടനെ തന്നെ ക്യാപ്റ്റൻ എല്ലാ കപ്പലുകാരോടും വേഗം മടങ്ങി വരാൻ പറയുന്നു. അതോടൊപ്പം ശത്രുക്കൾ നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന സന്ദേശവും അദ്ദേഹം അവർക്ക് കൈമാറുന്നു. ക്യാപ്റ്റന്റെ മെസ്സേജ് വന്നതും സൈനികരെല്ലാം ശത്രുക്കളെ തുരത്താൻ തയ്യാറെടുക്കുന്നു. യുദ്ധ കപ്പലുകളിലെ എല്ലാ സൈനികരും യുദ്ധത്തിനു വേണ്ടി തയ്യാറാവുന്നത് കാണാം. ജർമ്മൻ കപ്പലിനെ പ്രതിരോധിക്കാനുള്ള പുറപ്പാടിലാണ് നമ്മുടെ സൈനികർ. ക്യാപ്റ്റനാണെങ്കിലോ തന്റെ കൂടെയുള്ള മറ്റു കപ്പലുകളെയെല്ലാം ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എത്താൻ എത്ര സമയം വേണം എന്ന് ക്യാപ്റ്റൻ ചിതറിക്കിടക്കുന്ന ഓരോ കപ്പലുകളിലേക്കും വിളിച്ച് ചോദിച്ചറിയുന്നു. ക്യാപ്റ്റൻ, 10 മിനിറ്റ് വേണം, 20 മിനിറ്റ് വേണം. അങ്ങനെ ഓരോ കപ്പലുകളും ഓരോരോ സമയം പറയുന്നു. നമ്മുടെ ഗ്രേ ഹൗണ്ടിന്റെ അടിത്തട്ടിലാണ് കൺട്രോൾ റൂം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് മറ്റു കപ്പലുകളുടെ സഞ്ചാര റൂട്ടും സിഗ്നലുകളും അറിയുക. ആ റൂമിന്റെ നിയന്ത്രണത്തിന് നേതൃത്വം നൽകുന്നത് കമാൻഡർ ചാർലിയാണ്. അദ്ദേഹം കപ്പലിന് ചുറ്റും നടക്കുന്ന ഓരോരോ കാര്യങ്ങളും അതാത് സമയം തന്നെ ക്യാപ്റ്റനെ വിളിച്ച് അറിയിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ അപ്പോഴേക്കും മറ്റു സൈനികരെ പോലെ ബുള്ളറ്റ് പ്രൂഫും ഹെൽമറ്റും ധരിക്കുന്നു. എന്തായാലും ഒരു യുദ്ധമുണ്ടാകുമെന്ന് ക്യാപ്റ്റന് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ നേരിടുന്നത് ജർമ്മൻ കപ്പലിനെതിരെയാണ്. തങ്ങളുടെ കപ്പലിനെ മുക്കി നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുമൂലം സൈനികരും ആയുധങ്ങളും അമേരിക്കയിൽ എത്താതാവണം. അങ്ങനെ അമേരിക്ക കഷ്ടപ്പെടണം. ഇതെല്ലാമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇങ്ങനെയെല്ലാം സംഭവിക്കാതിരിക്കണമെങ്കിൽ യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന് ക്യാപ്റ്റനും മനസ്സിലാവുന്നു. അദ്ദേഹം കപ്പലിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി
നിൽക്കുന്നു. മുമ്പിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ മാത്രം. അദ്ദേഹത്തിന് ശത്രുക്കളെ എങ്ങും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശത്രുക്കൾ മുങ്ങിക്കപ്പലിലാവാനാണ് സാധ്യത എന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കാം ശത്രുക്കളെ കാണാൻ കഴിയാത്തത്. ഉടനെ തന്നെ ക്യാപ്റ്റൻ അടിത്തട്ടിലുള്ള ചാർലിയോട് കപ്പലിന് സഞ്ചരിക്കാൻ പുതിയൊരു റൂട്ട് ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടുന്നു. ചാർലി സമുദ്ര മാപ്പിൽ പുതിയൊരു റൂട്ട് വരയ്ക്കുന്നു. എന്നിട്ട് അത് ക്യാപ്റ്റനെ അറിയിക്കുന്നു. തുടർന്ന് കപ്പലുകളുടെ സഞ്ചാരം പുതിയ റൂട്ട് അനുസരിച്ച് നീങ്ങാൻ തുടങ്ങി. തങ്ങൾക്ക് പിന്നാലെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ക്യാപ്റ്റൻ ബൈനോക്കുലർ വെച്ച് കടലിന് ചുറ്റും നോക്കുന്നു. മുന്നത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും അദ്ദേഹത്തിന് ആരെയും കാണാൻ സാധിച്ചില്ല. പിന്നീട് നമ്മുടെ കപ്പലിലെ ഒരു സൈനികൻ ഒരു കൺട്രോൾ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവന്റെ പേര് എപ്സിസ്റ്റ്. ശത്രു കപ്പലുകളിൽ നിന്നെല്ലാം ധാരാളം സന്ദേശങ്ങൾ വരുമല്ലോ, അതെല്ലാം നമ്മുടെ കപ്പലിലുള്ള എല്ലാവരെയും അറിയിക്കുന്ന ആളാണ് അവൻ മെസ്സേജ് വരുന്ന കൺട്രോൾ സിസ്റ്റത്തിന് മുന്നിൽ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടോ എന്ന് ക്യാപ്റ്റൻ അവനോട് ചോദിക്കുന്നു. ഇതുവരെ സംശയിക്കുന്ന തരത്തിലുള്ള ഒന്നും വന്നിട്ടില്ല എന്നായിരുന്നു അവന്റെ മറുപടി. കുറച്ചു കഴിഞ്ഞതും എപ്സിസ്റ്റ് ക്യാപ്റ്റൻ, ശത്രുക്കൾ നമ്മുടെ അടുത്തെത്താറായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ കപ്പലിന്റെ വേഗത കുറയ്ക്കാൻ കൽപ്പിക്കുന്നു. ശേഷം എല്ലാവരും മുങ്ങിക്കപ്പലിന്റെ വരവ് നോക്കി നിൽക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും ഭയം നിഴലിച്ചിരിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും തങ്ങൾ ആക്രമിക്കപ്പെടാം എന്ന ചിന്തയായിരുന്നു അവരിലുള്ളത്. എല്ലാവരും ക്യാപ്റ്റനെ നോക്കുന്നു. അദ്ദേഹവും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ക്യാപ്റ്റന്റെ ഉള്ളിലും ഭയമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. ഉടനെ തന്നെ എപ്സിസ്റ്റ് ക്യാപ്റ്റന്റെയും സൈനികരുടെയും അടുത്തേക്ക് ഓടി വരുന്നു. ശത്രുക്കൾ നമുക്ക് തൊട്ട് താഴെയുണ്ട് എന്ന് അവൻ ഭയത്തോടെ പറയുന്നു. അത് കേട്ട് എല്ലാവരും ഭയക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ക്യാപ്റ്റൻ കപ്പലിന് ചുറ്റും ബോംബെറിയാൻ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ തന്നെ കപ്പലിന്റെ 4 ഭാഗത്തു നിന്നും വെള്ളത്തിനടിയിലേക്ക് തുരുതുര ബോംബെറിയുന്നു. ശേഷം ക്യാപ്റ്റൻ മുങ്ങിക്കപ്പൽ തകർന്നോ എന്ന് വെള്ളത്തിന് ചുറ്റും നോക്കുന്നു. എവിടെയും കപ്പൽ തകർന്നതിന്റെ ഒരു അവശിഷ്ടം പോലും കാണുന്നുണ്ടായിരുന്നില്ല. ആ കപ്പൽ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കി ക്യാപ്റ്റൻ തിരിച്ച് എഞ്ചിൻ റൂമിലേക്ക് തന്നെ വരുന്നു. അപ്പോഴത് കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്നും മുങ്ങിക്കപ്പൽ തകർന്നതിന്റെ ഓയിൽ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് കുറച്ച് സൈനികർ വിളിച്ചു പറയുന്നു. അത് കേട്ടതോടെ ക്യാപ്റ്റൻ ആശ്ചര്യത്തോടെ ഔട്ട്വാളിലേക്ക് വീണ്ടും പോകുന്നു. ബൈനോക്കുലർ വെച്ച് കപ്പലിന് ചുറ്റും നോക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ മുഴുവനും മുങ്ങിക്കപ്പലിന്റെ ഓയിൽ പരന്നു കിടക്കുന്നതായിട്ടാണ് ക്യാപ്റ്റൻ കാണുന്നത്. ജർമ്മൻ കപ്പൽ തകർന്ന് തരിപ്പണമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അവർ ആ യുദ്ധം ജയിക്കുന്നു. യുദ്ധം ജയിച്ചിട്ടും ക്യാപ്റ്റന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ക്യാപ്റ്റൻ വലിയ ആവേശമൊന്നുമില്ലാതെ ഈ യുദ്ധം നമ്മൾ ജയിച്ചു എന്ന് മറ്റ് സൈനികരോട് പറയുന്നു. അത് കേട്ടതും അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു. ക്യാപ്റ്റൻ ഈ വിവരം മറ്റ് കപ്പലിലുള്ളവരോടും വിളിച്ചു പറയുന്നു. ഉടനെ കുറച്ച് സൈനികർ ക്യാപ്റ്റന്റെ അടുത്തേക്ക് വരുന്നു. ക്യാപ്റ്റൻ, ജർമ്മൻ കപ്പൽ തകർന്നില്ലേ? അതിൽ നിന്നും നമുക്ക് ഉപകാരപ്പെടുന്ന ആയുധങ്ങളെല്ലാം എടുക്കാനായി ഞങ്ങൾ പോകട്ടെ എന്ന് അവർ ചോദിക്കുന്നു. സാധാരണ തകർന്ന കപ്പലിലെ സാധനങ്ങളെല്ലാം മറ്റു കപ്പൽ കൊണ്ടുപോകാറാണ് പതിവ്. പക്ഷെ ക്യാപ്റ്റൻ അതിന് സമ്മതിച്ചില്ല. നമുക്കുടനെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ തിരിച്ചയക്കുന്നു. എത്രയും പെട്ടെന്ന് ചരക്കുകളെല്ലാം സുരക്ഷിതമായി അമേരിക്കയിൽ എത്തിക്കുക, അതുമാത്രമായിരുന്നു ക്യാപ്റ്റന്റെ ലക്ഷ്യം. ആ സീൻ കട്ട് ചെയ്ത് ക്യാപ്റ്റൻ ഔട്ട്വാളിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഉടനെ ഒരു കീഴുദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, ഈ യാത്രയിൽ നമുക്കെതിരെ തിരിഞ്ഞ കപ്പലിനെ നമ്മൾ ഇല്ലാതാക്കി. നമ്മളിത് ആഘോഷിക്കണം എന്ന് അയാൾ സന്തോഷത്തോടെ പറയുന്നു. പക്ഷെ ക്യാപ്റ്റന്റെ മുഖത്ത് അപ്പോഴും സന്തോഷമില്ലായിരുന്നു. ഒരു 50 പേരെങ്കിലും നമ്മൾ കൊന്നിട്ടുണ്ടാവില്ലേ എന്നായിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അതായിരുന്നു ക്യാപ്റ്റന്റെ വിഷമം. ആളുകളെ ഉപദ്രവിക്കാൻ തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി ബുള്ളറ്റ് പ്രൂഫിന്റെയും ഹെൽമെറ്റിന്റെയും ആവശ്യമില്ലല്ലോ എന്ന് ഒരാൾ ക്യാപ്റ്റനോട് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ അതെല്ലാം ഊരിക്കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ കപ്പലിന്റെ മുകളിൽ നിന്നും ഒരു നിലവിളി ഉയരുന്നു. എന്തോ അപകടമുണ്ടെന്ന് ഉറപ്പിച്ച് ക്യാപ്റ്റൻ മുകളിലേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പോൾ അവരുടെ കപ്പലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചരക്ക് കപ്പൽ കത്തി നശിക്കുന്നതായിട്ടാണ് ക്യാപ്റ്റൻ കണ്ടത്. ശത്രു കപ്പൽ ഇനിയുമുണ്ടെന്ന് ക്യാപ്റ്റന് മനസ്സിലായി. അദ്ദേഹം വേഗത്തിൽ എഞ്ചിൻ റൂമിലേക്ക് മടങ്ങുന്നു. യുദ്ധം കഴിഞ്ഞിട്ടില്ല, മുങ്ങിക്കപ്പൽ ഇനിയുമുണ്ട് എന്ന് അദ്ദേഹം എല്ലാ കപ്പലുകളിലേക്കും വിളിച്ചറിയിക്കുന്നു. അപ്പോഴത് മുങ്ങിക്കപ്പൽ പോകുന്നതിന്റെ അടയാളം വെള്ളത്തിൽ വ്യക്തമാകുന്നു. ആ മുങ്ങിക്കപ്പൽ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എല്ലാവരും നോക്കി നിൽക്കുന്നു. ആ മുങ്ങിക്കപ്പൽ ഒരു സാധാരണ മുങ്ങിക്കപ്പലായിരുന്നില്ല. യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ മുങ്ങിക്കപ്പലായിരുന്നു. അത് വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്നതെല്ലാം ആ സീനിൽ നമുക്ക് വ്യക്തമായി കാണാം. അടുത്ത നിമിഷം തന്നെ ക്യാപ്റ്റന് ഒരു കോൾ വരുന്നു. അത് നമ്മുടെ കൂടെയുള്ള വേറൊരു യുദ്ധക്കപ്പലിൽ നിന്നായിരുന്നു. ക്യാപ്റ്റൻ, നമുക്ക് ചുറ്റും വേറെയും 4 മുങ്ങിക്കപ്പലുകളുണ്ട് എന്ന് അവർ ക്യാപ്റ്റനോട് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർലി അതുവഴി പോകുന്നത് കാണുന്നു. ക്യാപ്റ്റൻ അവനെ തടഞ്ഞു നിർത്തുന്നു. ഫോൺ വെച്ച ശേഷം ക്യാപ്റ്റൻ ചാർലിയോട്, ചാർലി, ശത്രുക്കൾ നമുക്ക് പിന്നാലെ തന്നെയുണ്ട്. അവർ രാത്രിയാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇരുട്ടത്ത് അവർക്ക് നമ്മളെ സുഗമമായി നശിപ്പിക്കാം എന്ന് പറയുന്നു. ക്യാപ്റ്റൻ ഇത്തിരി ടെൻഷനോടെയാണ് സംസാരിക്കുന്നത്. നമുക്ക് 4 യുദ്ധക്കപ്പലുകളിലെ ചരക്ക് കപ്പലുകളുടെ 4 ഭാഗത്തു നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്ന് ചാർലി പറയുന്നു. അങ്ങനെ ചാർലി വീണ്ടും അടിത്തട്ടിലേക്ക് പോകുന്നു. ആ സമയം കടലിലാണെങ്കിലോ ജർമ്മൻ മുങ്ങിക്കപ്പൽ മുകളിലോട്ട് ഉയർന്നു വരുന്നു. ഉടനെ തന്നെ ചാർലി അതിന്റെ ലക്ഷ്യസ്ഥാനം ക്യാപ്റ്റന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ എഞ്ചിൻ റൂമിലുള്ളവരോട്, ഇനി നമ്മുടെ കപ്പൽ എങ്ങോട്ടേക്ക് തിരിക്കണമെന്ന് ഞാൻ പറയും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തിരിക്കണം എന്ന് എല്ലാവരോടും നിർദ്ദേശിക്കുന്നു. വെള്ളത്തിന് മുകളിൽ മുങ്ങിക്കപ്പൽ കണ്ടതും നമ്മുടെ സൈനികർ തുരുതുര വെടിയുതിർത്തു. പക്ഷെ അത് നശിക്കും മുമ്പ് രക്ഷപ്പെട്ട് കളഞ്ഞു. സമയം ഇപ്പോൾ രാത്രിയായി. ക്യാപ്റ്റൻ കപ്പലിലുള്ള വെളിച്ചമെല്ലാം അണയ്ക്കാൻ പറയുന്നു. വെളിച്ചം കണ്ട ശത്രുക്കൾ തങ്ങൾക്ക് നേരെ വെടിയുതിർക്കുമെന്ന ബോധ്യം ക്യാപ്റ്റനുണ്ട്. പക്ഷേ ശത്രുക്കൾ അതിലേറെ ബുദ്ധിയുള്ളവരായിരുന്നു. അവർ ആകാശത്തേക്ക് ഫ്ലയർ ഉയർത്തുന്നു. അത് കാരണം ചുറ്റുപാടും വെളിച്ചം വീശുന്നു. അപ്പോൾ ഓരോരോ അമേരിക്കൻ കപ്പലുകളും എവിടെയെല്ലാമാണ് നിൽക്കുന്നതെന്ന് ജർമ്മൻ കപ്പലുകൾക്ക് വ്യക്തമായി കാണുന്നു. ഉടനെ നമ്മൾ അവരെ വെടിവെക്കാൻ ആരംഭിക്കുന്നു. ഓരോരോ കപ്പലുകളും ജർമ്മൻ കപ്പലുകൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വേഗത്തിൽ നീങ്ങുന്നത് കാണാം. അത് കാരണം നമ്മുടെ കപ്പലും നമ്മുടെ ഒരു ചരക്ക് കപ്പലും കൂട്ടിയിടിക്കുന്ന ഒരവസ്ഥ
അവസ്ഥ വരെയുണ്ടായി. പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞത് പ്രകാരം കപ്പൽ തിരിച്ചതിനാൽ ഒരു വലിയ അപകടം ഒഴിവായി. അതെന്തായാലും വേണ്ടില്ല, കാരണം തൊട്ടപ്പുറത്ത് ഒരു വലിയ അപകടം തന്നെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു മുങ്ങിക്കപ്പൽ നമ്മുടെ ഒരു ചരക്ക് കപ്പലിനെ വെടിവെച്ച് നശിപ്പിക്കുന്നു. അവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നതെങ്കിലും അതിൽ നിന്ന് വരുന്ന ബുള്ളറ്റുകൾ നമ്മുടെ കപ്പലിലേക്കും എത്തിയിരുന്നു. അത് കാരണം ഒരു സൈനികന് പരിക്കേൽക്കുന്നു. ഉടനെ മുങ്ങിക്കപ്പൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. എന്നിട്ട് വെള്ളത്തിനടിയിൽ വെച്ച് നമ്മുടെ കപ്പലിന് നേരെ ബോംബ് അയക്കുന്നു. ആ ബോംബ് വരുന്ന സിഗ്നൽ മനസ്സിലാക്കിയ സൈനികർ അത് ക്യാപ്റ്റനെ അറിയിക്കുന്നു. ക്യാപ്റ്റൻ ഉടനെ തന്നെ അത് ബോംബിട്ട് തകർക്കാൻ ആജ്ഞാപിക്കുന്നു. സൈനികർ ബോംബ് വരുന്ന പാതയ്ക്ക് നേരെ ബോംബ് എറിയുന്നു. അങ്ങനെ നമ്മുടെ ബോംബ് പൊട്ടിത്തെറിക്കുന്നതോടുകൂടി ശത്രുക്കൾ അയച്ച ബോംബും പൊട്ടിത്തെറിക്കുന്നു. ബോംബ് പൊട്ടുമ്പോഴുള്ള വലിയ തീയൊന്നും അവിടെ ഉണ്ടാവില്ല, കാരണം വെള്ളത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ വെള്ളം മുകളിലേക്ക് തെറിക്കുന്നതേ കാണൂ. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ഒരു ചരക്ക് കപ്പലിന് ബോംബ് കൊള്ളുന്നു. അത് കത്തി നശിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് സൈനികർ ക്യാപ്റ്റന്റെ അരികിലേക്ക് വരുന്നു. ക്യാപ്റ്റൻ, ആ കത്തി നശിക്കുന്നത് നമ്മുടെ കപ്പലല്ലേ? അത് നമ്മുടെ തൊട്ടരികത്താണുള്ളത്. ഞങ്ങൾ അവിടേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തട്ടെ എന്ന് അവർ ക്യാപ്റ്റനോട് ചോദിക്കുന്നു. എങ്കിൽ ഒരു ടീം അവിടേക്ക് ചെല്ല്, വേറൊരു ടീം പോകുന്നവരെ കവർ ചെയ്യട്ടെ എന്ന് ക്യാപ്റ്റൻ പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് ക്യാപ്റ്റന്റെ അടുത്ത് ഒരു കീഴുദ്യോഗസ്ഥനെ കാണാം. അയാൾ ശത്രുക്കളുടെ ബോംബിനെ കുറിച്ചുള്ള വിവരം ക്യാപ്റ്റന് കൈമാറുന്നു. ക്യാപ്റ്റൻ, അവരുടെ ബോംബിന്റെ എഫക്ട് വളരെ വലുതാണ്. അതിലൊന്ന് നമ്മുടെ കപ്പലിൽ തട്ടിയാൽ മതി, അതോടെ നമ്മുടെ കപ്പൽ തകർന്ന് തരിപ്പണമാകും എന്ന് അയാൾ പറയുന്നു. എങ്കിൽ ബോംബ് ഏതിലൂടെ വരുന്നു എന്ന് എനിക്ക് അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റു കപ്പലുകളെ അതിനനുസരിച്ച് നയിക്കാം എന്ന് ക്യാപ്റ്റൻ അവർക്ക് മറുപടി നൽകുന്നു. ആ ചരക്ക് കപ്പലുകളെ രക്ഷപ്പെടുത്താൻ ഒരു ടീം പോയിരുന്നല്ലോ, അവരിൽ നിന്ന് ക്യാപ്റ്റന് കോൾ വരുന്നു. ക്യാപ്റ്റൻ, ഞങ്ങൾ 28 പേരെ രക്ഷപ്പെടുത്തി, ഞങ്ങൾ മടങ്ങി വരികയാണ്. ആ സമയം നമ്മുടെ കപ്പലിലേക്ക് ജർമ്മൻ കപ്പലിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് വരുന്നു. ഇംഗ്ലീഷുകാരെ, ഈ കടൽ ഭരിക്കുന്നത് ഞങ്ങളാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല, നിങ്ങളെല്ലാം ഈ കടലിൽ മുങ്ങിച്ചാവും എന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത് നമ്മുടെ സൈനികരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. അത് കേട്ട് എല്ലാവരും ഭയന്നു നിൽക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ, അത് ഓഫ് ചെയ്യ്, നിങ്ങളാരും അത് കാര്യമാക്കേണ്ടതില്ല എന്ന് സൈനികരോട് പറയുന്നു. ഉടൻ തന്നെ ശത്രുക്കൾ വരുന്നുണ്ട് എന്നൊരു മെസ്സേജ് ക്യാപ്റ്റന് ലഭിക്കുന്നു. അപ്പോൾ തന്നെ പുറത്തുനിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അത് വേറൊരു ചരക്ക് കപ്പൽ കത്തി നശിക്കുന്നതായിരുന്നു. തീർന്നില്ല, ശത്രുക്കൾ ആകാശത്തേക്ക് കുറെ ഫ്ലയറുകൾ ഉയർത്തുന്നു. അതിൽ നിന്നുള്ള വെളിച്ചത്തിൽ അവർ ചരക്ക് കപ്പലുകൾക്ക് നേരെ ബോംബെറിയുന്നു. എന്ത് സംഭവിച്ചാലും അമേരിക്കയുടെ മുഴുവൻ ചരക്കുകൾ നശിപ്പിക്കാതെ പോവില്ല എന്ന മട്ടിലാണ് ശത്രുക്കൾ. അവിടുന്ന് കട്ട് ചെയ്ത് സമയം രാവിലെ ആവുന്നു. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല ടെൻഷനിലാണ്. അപ്പോൾ അദ്ദേഹം എവലിനെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ടെൻഷൻ വരുമ്പോഴെല്ലാം അദ്ദേഹം തന്റെ കാമുകിയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ആശ്വാസം ലഭിക്കുമായിരുന്നു. ക്യാപ്റ്റൻ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരാൾ അവിടേക്ക് വരുന്നു. ക്യാപ്റ്റൻ, നമ്മുടെ ബോംബുകൾ തീരാനായിട്ടുണ്ട്, അതുപോലെ തന്നെ ബുള്ളറ്റുകളും. നമ്മൾ ഇനി ഉപയോഗിക്കുന്നത് കുറച്ച് സൂക്ഷ്മതയോടെ ആവണം എന്ന് അയാൾ ആയുധങ്ങളെ കുറിച്ച് ക്യാപ്റ്റന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. എങ്കിൽ ഉള്ളത് നല്ലതുപോലെ സൂക്ഷിച്ചുപയോഗിക്കുക, ശത്രുക്കൾ നമ്മുടെ അടുത്തെത്തിയാൽ മാത്രം വെടിയുതിർത്താൽ മതി, ഇത് സൈനികരോട് പറഞ്ഞേക്ക് എന്ന് ക്യാപ്റ്റൻ അയാളോട് നിർദ്ദേശിക്കുന്നു. അയാൾ പോയ ശേഷം ക്യാപ്റ്റൻ ചാർലിയെ വിളിക്കുന്നു. ചാർലി, നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന വിമാനങ്ങളിലെ അതിന്റെ അടുത്തെത്താൻ നമുക്ക് ഇനി എത്ര സമയം കൂടി വേണം? ചാർലി ഉടനെ മാപ്പ് നോക്കി കണക്ക് കൂട്ടുന്നു. എന്നിട്ട് ഇനിയും 24 മണിക്കൂർ കൂടിയുണ്ട് എന്ന് അവൻ മറുപടി പറയുന്നു. അപ്പോൾ അത്രയും സമയം നമ്മൾ ജർമ്മൻ സൈന്യത്തിനെതിരെ പോരാടണമെന്ന് ക്യാപ്റ്റന് മനസ്സിലാവുന്നു. ഇപ്പോൾ കപ്പലിലുള്ളവരുടെ അവസ്ഥയാണെങ്കിലോ അവരെല്ലാം നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഒന്ന് ക്ഷീണം മാറ്റാമെന്ന് കരുതി എല്ലാവരും റെസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത യുദ്ധമണി മുഴങ്ങുന്നു. അത് കേട്ടതും എല്ലാവരും ഓരോരോ പൊസിഷനിലേക്ക് ഓടുന്നു. ശത്രുക്കളെ കണ്ട ഉടനെ തന്നെ വെടിവെക്കുന്നു. ക്യാപ്റ്റൻ ആണെങ്കിൽ ബൈനോക്കുലർ വെച്ച് ചുറ്റും നോക്കുന്നു. അപ്പോൾ കടലിൽ കുറെ വരകൾ സഞ്ചരിക്കുന്നതായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അതെല്ലാം മുങ്ങിക്കപ്പലുകൾ പോകുന്നതിന്റെ അടയാളങ്ങളാണ്. ഉടനെ ക്യാപ്റ്റൻ കപ്പലിന്റെ ദിശ മാറ്റാൻ പറയുന്നു. ദിശ മാറ്റിയപ്പോൾ മുങ്ങിക്കപ്പലുകൾക്ക് നമ്മുടെ കപ്പൽ എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാകാതെ വരുന്നു. നമ്മുടെ കപ്പൽ എവിടെയാണെന്നറിയാൻ അവർ മുകളിലേക്ക് പൊങ്ങി വരുന്നു. പക്ഷെ അവർ നേരെ പൊങ്ങി വന്നത് നമ്മുടെ കപ്പലിന്റെ തൊട്ടരികിലേക്കായിരുന്നു. ഇരു കപ്പലും തൊട്ടരികിലൂടെ പാസ് ചെയ്യുന്നു. നമ്മുടെ സൈനികരാണെങ്കിൽ അതിനെ തുരുതുര വെടിവെക്കുന്നുണ്ട്. പക്ഷെ ആ കപ്പൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. എങ്കിലും ആ മുങ്ങിക്കപ്പലിന് പിന്നാലെ നമ്മുടെ വേറെയൊരു യുദ്ധക്കപ്പൽ ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ആ യുദ്ധക്കപ്പൽ ശത്രുക്കൾക്ക് നേരെ എത്തുന്നു. പിന്നീട് ഇരു ടീമും ഭയങ്കര വെടിവയ്പ്. അതിലൊരു പീരങ്കി വെടി നമ്മുടെ ഗ്രേഹൗണ്ട് കപ്പലിനും കൊള്ളുന്നു. അതുമൂലം കപ്പലിന്റെ ഒരു സൈഡിന് തീ പിടിക്കുന്നു. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റവരാണെങ്കിലോ അപ്പോഴും ഭയങ്കര വെടിവയ്പ്പാണ്. ആ വെടിവയ്പിൽ നമ്മുടെ ആ യുദ്ധക്കപ്പലുണ്ടല്ലോ അത് ശത്രുക്കളെ വെടിവെച്ച് തകർക്കുന്നു. വെടിവയ്പ്പെല്ലാം കഴിഞ്ഞപ്പോൾ ആ യുദ്ധക്കപ്പലിലേക്ക് ക്യാപ്റ്റൻ കോൾ ചെയ്യുന്നു. വെടിവയ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. ഇല്ല, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, എങ്കിലും കപ്പലിന് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, വെള്ളം അകത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം എന്ന് അവർ മറുപടി പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഫോൺ വയ്ക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് ക്യാപ്റ്റനും 2 ഉദ്യോഗസ്ഥരും ക്യാപ്റ്റന്റെ മുറിയിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻ അവരോട് നമ്മുടെ കപ്പലിൽ എത്ര പേർ മരിച്ചു, അതുപോലെ എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു. ക്യാപ്റ്റൻ 3 പേർ മരണപ്പെട്ടു, 10ഓളം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് എന്ന് അവർ മറുപടി പറയുന്നു. അടുത്ത സീനിൽ മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങാണ് കാണിക്കുന്നത്. മരിച്ചവരെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് പറഞ്ഞയക്കുന്നത്. കടൽയാത്രയ്ക്കിടയിൽ അവരെ അടക്കം ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ബോഡി കടലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും
ശത്രുക്കൾ വരുന്നതിന്റെ അപായ സൂചന മുഴങ്ങുന്നു. ഈ സമയം നമ്മുടെ എല്ലാ കപ്പലുകളും ഒരുമിച്ചായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. ക്യാപ്റ്റൻ ഉടനെ എല്ലാ കപ്പലുകളുടെയും അവസ്ഥകൾ വിളിച്ചന്വേഷിക്കുന്നു. ഇതുവരെ നമ്മുടെ 4 ചരക്ക് കപ്പലുകൾ നശിച്ചു, 200 പേർ കൊല്ലപ്പെടുകയുണ്ടായി. ഇതെല്ലാമായിരുന്നു ക്യാപ്റ്റന് അവരിൽ നിന്നും ലഭിച്ച വിവരം. സമയം വീണ്ടും രാത്രിയാവുന്നു. വിമാനത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. നേരത്തെ കേട് സംഭവിച്ച യുദ്ധക്കപ്പലിനെ ക്യാപ്റ്റൻ കാണുന്നു. അതിപ്പോ വെള്ളം നിറഞ്ഞ് മുങ്ങാനായിട്ടുണ്ട്. ക്യാപ്റ്റൻ ആ കപ്പലിലുള്ളവരോടെല്ലാം നമ്മുടെ കപ്പലിലേക്ക് കയറാൻ കൽപ്പിക്കുന്നു. ശേഷം ക്യാപ്റ്റൻ ചാർലിയെ പേഴ്സണലായി വിളിപ്പിക്കുന്നു. ഇരുവരും സീരിയസ് ആയി സംസാരിക്കുകയാണ്. ചാർലി, നമുക്കിപ്പോൾ ആയുധങ്ങൾ കുറവാണ്. വിമാനം എത്തുന്നതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഉടനെ സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അമേരിക്കയിലേക്ക് അയക്കട്ടെ. അങ്ങനെ അയച്ചാൽ നമ്മൾ ജർമ്മൻ സൈന്യത്തിന് മുൻപിൽ തോൽവി സമ്മതിച്ച പോലെയാകുമോ? അതോ അതുവഴി നമ്മളിൽ ആയുധങ്ങളില്ലെന്ന് ശത്രുക്കൾക്ക് മനസ്സിലാവുമോ? അപ്പോൾ അവർ നമ്മളെ ആക്രമിക്കില്ലേ? ക്യാപ്റ്റൻ നല്ല ടെൻഷനോടെ ചാർലിയോട് ചോദിക്കുന്നു. ക്യാപ്റ്റൻ, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഉറപ്പായും നമ്മൾ തോൽവി സമ്മതിച്ചതുപോലെയാകും. പക്ഷേ നമ്മൾ ഇതുവരെ തോറ്റിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. കാരണം നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. കഴിഞ്ഞ രാത്രി നിങ്ങൾ ചെയ്തത് ഞങ്ങൾ ആരും മറക്കില്ല. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടെയേ ഉള്ളൂ. നിങ്ങൾ തളരരുത് എന്നൊക്കെ പറഞ്ഞ് ചാർലി ക്യാപ്റ്റന് ആത്മവിശ്വാസം നൽകുന്നു. സമയം രാവിലെയാകുന്നു. വിമാനമെത്താൻ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ക്യാപ്റ്റൻ ഇപ്പോൾ നല്ല ക്ഷീണത്തിലാണ്. 2 ദിവസമായിട്ട് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് ഷൂസ് ഊരുന്നതായി കാണാം. അദ്ദേഹത്തിന്റെ കാലുകൾ മുറിഞ്ഞിട്ടുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്. എന്നാലും അദ്ദേഹം അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. ശേഷം അദ്ദേഹം വേറൊരു ഷൂസ് ധരിക്കുന്നു. അത് തന്റെ കാമുകി ക്രിസ്തുമസ് സമ്മാനമായി കൊടുത്ത ഷൂ ആണ്. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ശത്രുക്കളെക്കുറിച്ച് വിവരം ലഭിക്കുന്നു. ഇനിയും 2 മുങ്ങിക്കപ്പലുകൾ കൂടിയുണ്ട്. ഉടനെ ക്യാപ്റ്റൻ സൈനികർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ശത്രുക്കപ്പൽ കണ്ടതും നമ്മുടെ സൈനികർ വെടിയുതിർക്കുന്നു. പക്ഷേ ആ സമയം ശത്രുക്കൾ വെള്ളത്തിനടിയിലൂടെ ബോംബുകൾ അയക്കുന്നു. ബോംബ് വരുമ്പോൾ വെള്ളത്തിന് മുകളിൽ വരകൾ ഉണ്ടാവുന്നു. ക്യാപ്റ്റൻ അത് ശ്രദ്ധിക്കുന്നു. ഒരേ സമയം 2 ദിശയിൽ നിന്നും 2 ബോംബുകളാണ് ശത്രുക്കൾ അയച്ചത്. അത് നമ്മുടെ കപ്പലിനെ ലക്ഷ്യമാക്കി വരികയാണ്. അത് അടുത്തെത്തിയതും നമ്മുടെ കപ്പൽ ഒഴിഞ്ഞു മാറുന്നു. തുടർന്ന് മുങ്ങിക്കപ്പലിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് തുരുതുര പീരങ്കി വെടിവെക്കുന്നു. ആ വെടികൾ മുങ്ങിക്കപ്പലിന്റെ തൊട്ടരികളിലൂടെ പോകുന്നത് കാണാം. എന്നാൽ ഒടുക്കം അതിന് വെടിയേൽക്കുന്നു. അങ്ങനെ അതിൽ വെള്ളം കയറി തുടങ്ങി. അത് കാരണം അവർക്ക് വെള്ളത്തിൽ നിൽക്കാൻ കഴിയാതെ വരുന്നു. അതോടെ അവർ മുകളിലേക്ക് പൊങ്ങി വരുന്നു. അതിനെ കണ്ടതും നമ്മുടെ കപ്പൽ അതിനെ വെട്ടിവെച്ച് തകർക്കുന്നു. അങ്ങനെ അത് നശിക്കുന്നു. ഇനി ഒരു മുങ്ങിക്കപ്പൽ കൂടിയേ ബാക്കിയുള്ളൂ. അതിനെയും നമ്മുടെ സൈനികർ കാണുന്നു. അങ്ങനെ അതിനെയും കൂടി വെടിവെക്കാൻ ഒരുങ്ങിയായിരുന്നു. അപ്പോഴേക്കും പ്രൊട്ടക്ഷൻ നൽകുന്ന നമ്മുടെ സൈനിക വിമാനം അവിടേക്ക് എത്തിച്ചേരുന്നു. വിമാനം മുങ്ങിക്കപ്പലിനെ കണ്ടതും അതിന് മുകളിലേക്ക് ബോംബിട്ട് തകർക്കുന്നു. അങ്ങനെ ആ മുങ്ങിക്കപ്പൽ നശിക്കുന്നു. അതോടുകൂടി ആ യുദ്ധം അവസാനിക്കുന്നു. ശേഷം ക്യാപ്റ്റൻ തന്റെ കൂടെ ശത്രുക്കൾക്കെതിരെ പോരാടിയ എല്ലാ കപ്പലുകളിലേക്കും ഒരു മെസ്സേജ് അയക്കുന്നു. പരസ്പരം സഹായിച്ച എല്ലാവർക്കും നന്ദി എന്നായിരുന്നു ആ മെസ്സേജ്. അതിനുശേഷം ക്യാപ്റ്റൻ ഔട്ട്വാളിൽ നിന്ന് എതിർദിശയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കുന്നു. അപ്പോൾ കുറെ അമേരിക്കൻ കപ്പലുകൾ എതിരെ നിൽക്കുന്നത് അദ്ദേഹം കാണുന്നു. അത് ബ്രിട്ടനിൽ നിന്ന് വന്ന ചരക്ക് കപ്പലുകളെല്ലാം അമേരിക്കയിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്ന യുദ്ധക്കപ്പലുകളാണ്. ആ കപ്പലിൽ നിന്ന് ക്യാപ്റ്റന് കോൾ വരുന്നു. ഇത്രയും നേരം ചരക്ക് കപ്പലുകളെ സംരക്ഷിച്ചതിന് അവർ ക്യാപ്റ്റനെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം നമ്മുടെ എത്ര കപ്പലുകൾ നശിച്ചു, അതിനെക്കുറിച്ച് വല്ല കണക്കുകളും നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് അവർ ക്യാപ്റ്റനോട് ചോദിക്കുന്നു. നമ്മുടെ 4 ചരക്ക് കപ്പലുകൾ നശിച്ചു. അതുപോലെ തന്നെ ഒരു യുദ്ധക്കപ്പലും തകർന്നു. 200 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ശത്രുക്കളുടെ 5 അന്തർവാഹിനികൾ നമുക്കെതിരെ വന്നിരുന്നു. അതിനെയെല്ലാം നമ്മൾ തകർക്കുകയും ചെയ്തു എന്ന് ക്യാപ്റ്റൻ മറുപടി പറയുന്നു. ശരി, ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുത്തോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് അമേരിക്കൻ കപ്പൽ പറയുന്നു. ഇതുവരെ ഞങ്ങൾ സംരക്ഷണം കൊടുത്തല്ലോ, ഇനി അമേരിക്ക എത്തുന്നതുവരെ ഞങ്ങൾ കൂടെ വന്നോളാം എന്ന് ക്യാപ്റ്റൻ പറയുന്നു. അതിന്റെ ആവശ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവർ നമ്മുടെ കപ്പലുകളെ തിരിച്ചയക്കുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഫോൺ വയ്ക്കാൻ ഒരുങ്ങിയായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ യുദ്ധം നല്ലപോലെ ജയിച്ചു. ഇത് നിങ്ങളുടെ എത്രാമത്തെ കടൽ യുദ്ധമാണെന്ന് അവർ ക്യാപ്റ്റനോട് ചോദിക്കുന്നു. ഇത് എന്റെ ആദ്യത്തെ കടൽ യുദ്ധമായിരുന്നു എന്നായിരുന്നു ക്യാപ്റ്റന്റെ മറുപടി. ഈ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ക്യാപ്റ്റൻ തന്റെ ആദ്യത്തെ കടൽ യുദ്ധമായിട്ടും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം തന്റെ കൂടെയുള്ളവരെ സംരക്ഷിച്ചിരുന്നു എന്ന്. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ യുദ്ധമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. ശേഷം ക്യാപ്റ്റൻ എല്ലാ കപ്പലുകളിലേക്കും കോൾ ചെയ്യുന്നു. ചരക്ക് കപ്പലുകൾ മുന്നോട്ട് പോകട്ടെ, ബാക്കിയുള്ള യുദ്ധക്കപ്പലുകൾ ഞങ്ങളുടെ കൂടെ ബ്രിട്ടനിലേക്ക് മടങ്ങിക്കോളൂ എന്ന് അദ്ദേഹം അവരോട് പറയുന്നു. ഫോൺ വിളികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാനൊന്ന് കിടക്കാൻ പോവുകയാണ്, ഇനി നിങ്ങൾ കുറച്ചുനേരം കപ്പൽ നിയന്ത്രിക്കണം എന്ന് ക്യാപ്റ്റൻ എഞ്ചിൻ റൂമിലുള്ള സൈനികരോട് പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ കിടക്കാനായി പോകുമ്പോൾ ചരക്ക് കപ്പലുകളും സൈനികരടങ്ങുന്ന കപ്പലുകളും അമേരിക്കയിലേക്ക് പോകുന്നത് കാണാം. അതിലെല്ലാം ഒരുപാട് പേരുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ക്യാപ്റ്റൻ സന്തോഷിക്കുന്നു. എത്ര പേരെയാണ് താൻ രക്ഷപ്പെടുത്തിയത് എന്ന ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻ മുറിയിലെത്തി വസ്ത്രം മാറ്റി ഒന്ന് ഫ്രഷ് ആവുന്നു. ശേഷം സുഖമായി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. ഒരു രാജ്യത്തെ സംരക്ഷിച്ച സന്തോഷം ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 3 കപ്പലുകളും തിരിച്ച് ബ്രിട്ടനിലേക്ക് മടങ്ങുന്നത് കാണിച്ചുകൊണ്ട് ഈ ചരിത്ര കഥ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ ഒരുപാട് ദൗത്യങ്ങൾ ക്യാപ്റ്റൻ പിന്നീട് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ ഒരു നായകനെ പോലെ തന്റെ സൈനികർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു ക്യാപ്റ്റനായി അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നു.